കീമിലെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നത് ഡയമെൻഷൻ ഫോർമുല ഓഫ് പവർ ഓഫ് എ ലെൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പവർ എന്ന് പറഞ്ഞാൽ 1/4 ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് അല്ലേ? അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത്തിനാണ് പ്രൊപ്പോർഷണൽ അല്ലേ? നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ സെൻറ്റിമീറ്ററിലാണ് എഴുതുക. അപ്പോൾ പവറിൻ്റെ ഡയമെൻഷൻ ഫോർമുല ചോദിച്ചാൽ എന്താണ്? 1/L ആണ്. അല്ലെങ്കിൽ പവറിൻ്റെ ഡയമെൻഷൻ ഫോർമുല എനിക്ക് എന്ത് എഴുതാം? L⁻⁻1 ആണ്. അപ്പോൾ എമ്മിന് നിങ്ങൾ എന്ത് പവർ എഴുതും? 0. എന്തുകൊണ്ടാണ്? എം അവിടെ ഇല്ലല്ലോ. അതേമാതിരി ടീനും പവർ 0, അതായത് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളോട് എററിൻ്റെ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫൈനൽ റിസൾട്ട് ഓഫ് ദ സം ഓഫ് ദ നമ്പേഴ്സ്, 3 സംഖ്യകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. റൗണ്ടഡ് ടു കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ 3 സംഖ്യകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എന്തായിരിക്കും വരിക എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഉത്തരത്തിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുമെന്നാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഡീഷൻ്റെ നിയമം പഠിക്കുക. 3, 4 എത്ര സംഖ്യകൾ നിങ്ങൾ ആഡ് ചെയ്താലും എപ്പോഴും ഈ സംഖ്യകളുടെ ഡെസിമലിന് ശേഷം അല്ലെങ്കിൽ എത്ര അക്കങ്ങളാണുള്ളത് നോക്കുക. ഇവിടെ ഡെസിമലിന് ശേഷം 2 അക്കങ്ങളാണുള്ളത്. ഇതിൽ ഡെസിമലിന് ശേഷം 5 അക്കങ്ങളാണുള്ളത്. ഇവിടെ ഡെസിമലിന് ശേഷം 1 അക്കമാണുള്ളത്. ക്ലിയർ ആവുന്നു എന്ന് വിശ്വസിക്കുന്നു. ഡെസിമലിന് ശേഷം എത്ര സംഖ്യകളാണ് അല്ലെങ്കിൽ അക്കങ്ങളാണുള്ളത്? ഹൗ മെനി ഡിജിറ്റ്സ് ആർ ദർ ആഫ്റ്റർ ദ ഡെസിമൽ പോയിൻറ്റ്? ദർ ആർ 2 ഡിജിറ്റ്സ് ഹിയർ, ദർ ആർ 5 ഡിജിറ്റ്സ് ഹിയർ ആൻഡ് ദർ ആർ ഓൺലി 1 ഡിജിറ്റ് ആഫ്റ്റർ ദ ഡെസിമൽ ഹിയർ. സോ ദ ആൻസർ ഷുഡ് ഓൾസോ ഹാവ് ലീസ്റ്റ് നമ്പർ ഔട്ട് ഓഫ് ദീസ് ഗൈസ്. അതായത് ഈ എഴുതിയ നിങ്ങളുടെ സംഖ്യയിൽ ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് 1 ആണ്. അപ്പോൾ ഉത്തരത്തിലും ഡെസിമലിന് ശേഷം ഒരു ഫിഗറേ വരാൻ പാടുള്ളൂ. അതായത് ഡെസിമലിന് ശേഷം 1 ഡിജിറ്റേ വരാൻ പാടുള്ളൂ. അതായത് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു സൈക്ലിസ്റ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0, മൂവ്സ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ, കവേഴ്സ് 120 മീറ്റർ. കവർ ചെയ്യുന്നത് 120 മീറ്റർ ആണ്. എത്ര സെക്കൻഡ് കൊണ്ടാണ്? 10 സെക്കൻഡ്സ് കൊണ്ടാണ്. സോ ടി ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ്. ദെൻ ഹിസ് ആക്സലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. യു ആർ ആസ്ക്ഡ് വാട്ട് ഈസ് ആക്സലറേഷൻ. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു UT പ്ലസ് ½ എന്ന ഇക്വേഷനിൽ നമ്മൾ U0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം മുഴുവൻ 0 ആയി പോകും. എസ്സിന് 120, ഹാഫ് ആക്സലറേഷൻ ടൈമിന് 10² ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ 2.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് എന്ന് വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളോട് പറയുന്നത് ഇതിൽ 5 ഓപ്ഷനിൽ ഏതാണ് കോണ്ടാക്ട് ഫോഴ്സ് അല്ലാത്തത് എന്നാണ്. ഇതിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് ഇതാണ് സർഫസ്, ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ സർഫസ് ഓഫ് കോണ്ടാക്റ്റിൽ അനുഭവിക്കുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് എ കോണ്ടാക്ട് ഫോഴ്സ്. ഇവിടെ 2 സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ സർഫസുകൾ തമ്മിൽ കോണ്ടാക്ട് വേണം. ബോയൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ലിക്വിഡിലേക്ക് വീഴുകയാണെങ്കിൽ ആ ലിക്വിഡ് ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കോണ്ടാക്റ്റ് നടത്തി കൊടുക്കുന്ന ഫോഴ്സാണ് ബോയൻ്റ് ഫോഴ്സ്. സിമിലർലി എയർ റെസിസ്റ്റൻസ്, ഏതൊരു വസ്തു എയറിൽ നീങ്ങുമ്പോൾ എയർ അതിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് എയർ റെസിസ്റ്റൻസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ആർ ഗിവൺ ബൈ എ ലിക്വിഡ് ഇസ് നോൺ ആസ് വിസ്കസ് ഫോഴ്സ്. അപ്പോൾ ഈ 4 ഓപ്ഷനുകളിലും കോണ്ടാക്ട് ഫോഴ്സുകളാണ്. എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് 2 മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണെങ്കിൽ ഇവർ തമ്മിൽ അനുഭവിക്കുന്ന ഫോഴ്സ് നമ്മൾ G×m1m2/r² എന്ന് പഠിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. ആ ഫോഴ്സ് ഉണ്ടാകാൻ അവർ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവേണ്ട കാര്യമില്ല. സോ ഓപ്ഷൻ ഈസ് ഇ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 മാസുകളുണ്ട്. ഒരാളുടെ മാസ് m, another mass is 4m. 2 bodies of masses m and 4m have kinetic energy in the ratio 1:2. അതായത് കൈനറ്റിക് എനർജി 1:2. അങ്ങനെയാണെങ്കിൽ their momenta P1 and P2 are in the ratio. അതായത് ഇവിടെ P1 ഇവിടെ മൊമെൻറ്റ് P2 ആണെങ്കിൽ യുവർ ആസ്ക്ഡ് വാട്ട് ഈസ് P1/P2. അപ്പോൾ P എന്ന മൊമെൻറ്റ ഇസ് ഈക്വൽ ടു √2m
കൈനറ്റിക് എനർജി എന്ന ഇക്വേഷൻ പഠിക്കുക. ഇതിൽ 2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ P ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m1k1 ഡിവൈഡഡ് ബൈ m2k2 എന്ന് എഴുതാം. മാസിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m ഡിവൈഡഡ് ബൈ 4m ഇൻറ്റു k1ൻ്റെ സ്ഥലത്ത് 1 ആൻഡ് k2 is 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഓപ്ഷൻ ആസ് 1/2√2. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് എ ടോയ് കാർ ഓഫ് മാസ് 80 gram ദാറ്റ് ഈസ് 80 ഇൻറ്റു 10⁻³ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. 10⁻³ maintained to move on a horizontal circle of radius 0.8 meter with a velocity of v meter per second. If centripetal force is given as 10 Newton, then the value of v is. Question velocity എന്താണെന്നാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ mv²/r ആണ്. സ്ട്രേറ്റ് ഇക്വേഷൻ ആണ്. ഫോഴ്സിന് 10 ന്യൂട്ടൺ എഴുതാം. മാസിന് 80 ഇൻറ്റു 10⁻³ v² ഡിവൈഡഡ് ബൈ 0.8 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഓപ്ഷൻ ആസ് ഇ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 satellites A and B are orbiting a planet in circular orbits of radius 2r and r. എയുടെ റേഡിയസ് 2r ആണ്, ബിയുടെ റേഡിയസ് r ആണ് respectively. If the speed of velocities of A is 2v, you are asked, then the speed of satellite B is. വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് റേഡിയസ്. ഓർ ഇഫ് ദിസ് ഈസ് എർത്ത്, അല്ലെങ്കിൽ ഇതൊരു പ്ലാനറ്റ് ആണ്, ഇതാണ് അതിൻ്റെ സാറ്റലൈറ്റ് എങ്കിൽ സാറ്റലൈറ്റ് കറങ്ങുന്ന റേഡിയസ് പ്രൊപ്പോർഷണൽ 1/പ്രൊപ്പോർഷണൽ റൂട്ട് പ്രൊപ്പോർഷണൽ ആണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ വി എ ബൈ വി ബി എഴുതുമ്പോൾ റൂട്ട് ഓഫ് ആർ ബി ബൈ ആർ എ എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2v ബൈ വെലോസിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് r ഡിവൈഡഡ് ബൈ 2r. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് 2√2v, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 point masses, gravitational potential energy associated with 2 point masses which is 1 kilogram each, separated by a distance of 1 centimeter in joules is. ഓപ്ഷനിൽ എല്ലായിടത്തും ജി എന്നത് കോൺസ്റ്റൻ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ -GMM/r ആണ്. m1 m2 എന്ന് എഴുതാം. അങ്ങനെ ഇരിക്കുമ്പോൾ മൈനസ് എഴുതേണ്ട കാര്യമില്ല, ഓപ്ഷനിൽ എവിടെയും മൈനസ് ഇല്ല. സോ ലെറ്റ്സ് മൂവ് ഓൺ വിത്ത് പോസിറ്റീവ് ഇറ്റ് സെൽഫ്. m1ൻ്റെ സ്ഥലത്ത് 1, m2ൻ്റെ സ്ഥലത്ത് 1, r-ൻ്റെ സ്ഥലത്ത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻² മീറ്റർ ആണ്. ആൻസർ നമുക്ക് 100 g എന്ന് കിട്ടുന്നു, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ പ്രോട്ടോൺ മൂവിങ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇൻറ്റൻസിറ്റി 3e. അതായത് ചാർജ് നമുക്ക് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ഇലക്ട്രോൺ ആണ് ചാർജ് വരുന്നത് പ്രോട്ടോണിൻ്റെത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് ഈ 3e ആണ് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ F is equal to QE എന്നൊരു എക്സ്പ്രഷൻ നമ്മൾ പഠിക്കുന്നു. ക്യൂവിൻ്റെ സ്ഥലത്ത് ഇയും ക്യാപിറ്റൽ ഇയുടെ സ്ഥലത്ത് 3eയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ചാർജ് അറൗണ്ട് എ സ്റ്റേഷനറി ചാർജ് +5 മൈക്രോകൂളും അനദർ ചാർജ് -5 മൈക്രോകൂളും ഈസ് റൊട്ടേറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്കൺ അറൗണ്ട് എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ. എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ജൂൾ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, കറങ്ങുമ്പോൾ
ഈ ചാർജ് -5 മൈക്രോകൂളം ഇവിടെ എത്തിയാലും അത് ഒരേ റേഡിയസിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഡസ് ആർ ഈസ് കോൺസ്റ്റൻറ്റ് or the distance between the charges is always constant. So I can say it is an equipotential surface. എന്തുകൊണ്ടാണ്? ഇവിടെ എന്താണോ പൊട്ടൻഷ്യൽ അത് തന്നെയായിരിക്കും ഇവിടെ, 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 ഇവിടെ. അപ്പോൾ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് അറൗണ്ട് വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ഈസ് നോൺ ആസ് 0. ഓപ്ഷൻ സി ആണ്.